ഒരു സിനിമാ സംവിധായകൻ എന്നതിലും ഉപരിയായി വേറെ ചില കാര്യങ്ങളിലൂടെ പ്രസിദ്ധി നേടിയ ആളാണ് സനൽകുമാർ ശശിധരൻ. മഞ്ജു വാര്യരെ ശല്യം ചെയ്തതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ് നടൻ ദിലീപിനെ കുറിച്ചാണ്. ഇയാളുടെ മുൻ ഭാര്യയാണ് മഞ്ജു വാര്യർ എന്നതുകൊണ്ട് അവളുടെ സ്വകാര്യത എന്ന പരിഗണനയിൽ ഇയാളെക്കുറിച്ച് താൻ പലപ്പോഴും എഴുതാതെ ഇരുന്നിട്ടുണ്ട് എന്നാണ് സനൽ പറയുന്നത്. പക്ഷേ രണ്ട് കൊലപാതകങ്ങളുടെ അണിയറ പണികൾ വല്ലാതെ മണക്കുന്നത് കൊണ്ടും നാളെ എന്ന ദിവസം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടും ഇപ്പോൾ ഇതെല്ലാം എഴുതുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സനൽകുമാർ പറയുന്ന ആ കുറിപ്പിലെ കാര്യങ്ങൾ ഒന്ന് നോക്കാം. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ക്രിമിനൽ മാനിപ്പുലേറ്ററാണ് ദിലീപ് എന്ന നടൻ. അതിന് തെളിവ് എവിടെ എന്ന് ചോദിച്ചു വരുന്നവരോട് എറണാകുളം സെഷൻസ് കോടതിയിൽ ഒരിക്കലും തീർപ്പാക്കാതെ നീണ്ടുപോകുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിലെ മൊഴിവിവരങ്ങൾ മാത്രം പരിശോധിക്കാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു മിമിക്രി ആർട്ടിസ്റ്റായി കലാരംഗത്തേക്ക് കടന്നു വന്ന ദിലീപ് അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയെ ഉപയോഗിച്ച് ഒതുക്കി തീർത്തിട്ടുള്ള കലാകാരന്മാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നടൻ തിലകനും സംവിധായകൻ വിനയനും ആ നിരയിൽ പ്രധാനികളാണ്. ഇയാൾ മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റിലെ പ്രധാനിയാണെന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി എഴുതിയ കത്തിൽ ഉണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആ കേസിലെ ഗൂഢാലോചനയിലെ മുഖ്യപ്രതിയും ഇയാൾ തന്നെയാണ്. ആ കേസിൽ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും 90 ദിവസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കാലയളവിൽ WCC എന്ന സംഘടനയുടെ രൂപീകരണം നടന്നു. ഇയാളുടെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജു വാര്യർ എന്ന തീപ്പന്തമായിരുന്നു WCC ഉണ്ടായതിൻ്റെ ഏക കാരണം. നടി ലൈംഗികമായി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നിരുന്നു. അതാണ് ആ കേസിൽ വിപുലമായ അന്വേഷണം നടക്കാനും WCC സ്ഥാപിക്കപ്പെടാനും കാരണം. WCC ഉണ്ടായതുകൊണ്ട് ഹേമ കമ്മീഷനും ഉണ്ടായി. എന്നാൽ ദിലീപ് ജയിലിൽ നിന്നും പുറത്തു വന്നതോടെ മഞ്ജു വാര്യർ ദുരൂഹമായ രീതിയിൽ WCCയിൽ നിന്നും പിൻവാങ്ങി. ഹേമ കമ്മീഷൻ പിന്നീട് ഹേമ കമ്മിറ്റിയായി. അതിൽ മഞ്ജു വാര്യർ കൊടുത്ത മൊഴി മലയാള സിനിമയിൽ സ്ത്രീപീഡനം നടക്കുന്നതായി തനിക്ക് അറിയില്ല എന്നാണെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. മഞ്ജു വാര്യർക്കെതിരെ അപവാദ പ്രചാരണങ്ങൾ നടന്നു. പിന്നീട് മഞ്ജു വാര്യർ ഒരിടത്തും ഒന്നും മിണ്ടിയില്ല. തനിക്കും മകൾക്കും ജീവന് ഭീഷണിയുള്ളത് കൊണ്ടാണ് അതെന്ന് ഞാൻ മഞ്ജു വാര്യരുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ ഉൾപ്പെടെ ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടും അതേക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യം പോലും ഉയരാത്ത വിധം അത് അമർച്ച ചെയ്യപ്പെട്ടു. ബാലചന്ദ്രകുമാർ എന്ന ഡയറക്ടർ ഇയാൾക്കെതിരെ തെളിവുകളുമായി മുന്നോട്ട് വന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടന്നതിന് താൻ സാക്ഷിയാണെന്ന് ശബ്ദരേഖ സഹിതം അയാൾ പൊതുസമൂഹത്തോട് പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ വീഡിയോ ഇയാളുടെ പക്കൽ ഉണ്ടെന്ന് താൻ സാക്ഷിയാണെന്നും അയാൾ പറഞ്ഞിരുന്നു. തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിന് മേൽ വലിയ ജനകീയ സമ്മർദ്ദം ഉണ്ടായതുകൊണ്ട് മാത്രം വളരെ വൈകി അന്വേഷണം പ്രഖ്യാപിച്ചു. പിന്നീട് ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. ദിലീപ് എന്ന ഈ ക്രിമിനൽ മാനിപ്പുലേറ്റർ വിചാരണ കോടതിയിൽ ജഡ്ജിനെ സ്വാധീനിക്കാൻ കരുക്കൾ നീക്കിയിരുന്നു. അതിൻ്റെയും ശബ്ദരേഖകൾ പുറത്തു വന്നു. അതിശയമെന്ന് പറയട്ടെ, നിരവധി തവണ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറുകയും ജഡ്ജിനെതിരെ തന്നെ പക്ഷപാതിത്വം ആരോപിക്കപ്പെടുകയും ചെയ്തിട്ടും ആ കേസിൻ്റെ വിചാരണ അതേ കോടതിയിൽ തന്നെ തുടരുകയും ചെയ്തു. ജഡ്ജി സ്ഥാനക്കയറ്റം കിട്ടി സ്ഥലം മാറിപ്പോയപ്പോൾ ആ കേസ് ജഡ്ജിനൊപ്പം കോടതി മാറി എന്ന കൗതുകവും ഉണ്ടായി. ദിലീപിൻ്റെ ശത്രുവാകാൻ ഒരു തരത്തിലും സാധ്യതയില്ലാതിരുന്ന ഞാൻ 2019 മുതൽ അതിന് ഇരയാകേണ്ടി വന്നു. ഇയാളുടെ മുൻഭാര്യയായ മഞ്ജു വാര്യരുമായി എനിക്ക് അടുപ്പമുണ്ടാകുന്നു എന്ന സൂചനകൾ ഇയാൾക്ക് കിട്ടിയതാകാം അതിന് കാരണം. ഇതൊക്കെയാണ് സനൽകുമാർ ശശിധരൻ ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. സനൽകുമാറിൻ്റെ നീണ്ട കഥ വായിച്ചാൽ പെട്ടെന്നൊന്നും തീരില്ല. മഞ്ജു വാര്യരെ ശല്യപ്പെടുത്തി എന്ന് കള്ളക്കേസുണ്ടാക്കി പെടുത്തിയത് വരെ ദിലീപാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇത്രയുമൊക്കെ പറയുന്നുണ്ടെങ്കിലും സനൽകുമാർ മഞ്ജു വാര്യരെ കുറിച്ചാണ് കൂടുതലും എഴുതിയിരിക്കുന്നത്. മഞ്ജു വാര്യരുമായി കാണാനുള്ള ശ്രമങ്ങൾ പലതവണ ഉണ്ടായെങ്കിലും അതൊന്നും നടന്നില്ല. മഞ്ജു വാര്യർ കഴിഞ്ഞ മാസം അമേരിക്കയിൽ വന്നപ്പോഴായിരുന്നു അവസാനമായി കാണാൻ ശ്രമിച്ചതെന്നും എന്നാൽ അതൊരു നീണ്ട കഥയായതുകൊണ്ട് പിന്നീട് എഴുതാം എന്നുമാണ് സനൽകുമാർ ശശിധരൻ ആ കുറിപ്പിൽ പറയുന്നത്. ആ പോസ്റ്റ് വായിച്ചാൽ എവിടെയോ എന്തോ കുഴപ്പം ഉണ്ടെന്ന് തോന്നും. ഒരു ആറാട്ടെണ്ണൻ ലെവലിലാണ് ഇയാൾ കാര്യങ്ങൾ എഴുതുന്നത്. ദിലീപിനെ ഇത്രയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഇയാൾ അപമാനിച്ചിട്ടും എന്താണ് ദിലീപ് നിശബ്ദനാകുന്നത്? ദിലീപ് മലയാള സിനിമയിലെ ക്രിമിനൽ മാനിപ്പുലേറ്റർ ആണെന്നും സെക്സ് റാക്കറ്റിലെ പ്രധാനിയാണെന്നും പറയുന്ന ഇയാൾക്കെതിരെ നിയമ നടപടിയുമായി എന്തുകൊണ്ടാണ് പോകാത്തത്? കഴിഞ്ഞ ദിവസം ഇതേ സനൽകുമാർ തന്നെ മോഹൻലാലിനെ സെക്സ് റാക്കറ്റിൻ്റെ ഗുണഭോക്താവ് എന്ന് വിളിച്ചിരുന്നു. കുറേ നാളുകളായി ഇയാൾ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്നത് ശരിയാണെങ്കിൽ സനൽ ഒരു മാന്യനും ബാക്കി എല്ലാവരും ക്രിമിനൽസുമാണ്. എന്നാൽ ഈ എഴുതിവിടുന്നതിന് യാതൊരു തെളിവും ഇയാൾ കാണിക്കാറില്ല. നല്ല സിനിമകൾ എടുത്ത ആളാണെന്നതിൽ സംശയമില്ല. പക്ഷേ ഈയിടെ വരുന്ന എഴുത്തുകൾ കാണുമ്പോൾ
ഇദ്ദേഹത്തിൻ്റെ മാനസിക നിലയിൽ എന്തെങ്കിലും തകരാർ ഉണ്ടെന്നാണ് കാണുന്നവർക്കും ആ പോസ്റ്റ് വായിക്കുന്നവർക്കും തോന്നുന്നത്.